യു എയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പെട്ടുകിടക്കുന്നത് 2 ടൈപ്പ് ജോലികളിലാണ്. ക്രെഡിറ്റ് കാർഡ് സെയിലും ഫുഡ് ഡെലിവറിയും. നാട്ടിലെ ഏജന്റിന് 1.5 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഇവിടെ ക്രെഡിറ്റ് കാർഡ് സെയിലിന്റെ ജോബിന് വരും. നിങ്ങൾക്ക് ആദ്യത്തെ 1-2 മാസമൊക്കെ കറക്റ്റ് ആയിട്ട് സാലറി കിട്ടും. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ സെയിൽ ചെയ്യുന്ന കാർഡിന്റെ കമ്മീഷൻ മാത്രമായിരിക്കും കിട്ടുന്നത്. മാസങ്ങളോളം ശമ്പളമേ ഇല്ലാതെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. റിസൈൻ ചെയ്തു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല. കാരണം ഈ ക്രെഡിറ്റ് കാർഡ് സെയിലുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് കയറുമ്പോൾ തന്നെ ഒരു ട്രെയിനിങ് തരും. ആ ട്രെയിനിങ്ങിന്റെ കോസ്റ്റ് ആയിട്ട് ഒരു 5000 അല്ലെങ്കിൽ 6000 ദിർഹംസ് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ആഡ് ചെയ്യും. 1 വർഷത്തിനുള്ളിൽ റിസൈൻ ചെയ്താൽ ഈ എമൗണ്ട് കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ഫുഡ് ഡെലിവറി. നിങ്ങൾ ഫുഡ് ഡെലിവറിക്ക് പോകുന്നതിന്റെ കമ്മീഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആ പൈസയിൽ നിന്ന് വേണം പെട്രോൾ അടിക്കാൻ. പിന്നെ UAE ആണ്, പുറത്തിറങ്ങിയാൽ ട്രാഫിക് ഫൈൻ ഉറപ്പാണ്. പലപ്പോഴും ഫൈൻ അടയ്ക്കാൻ പോലും ഉള്ള പൈസ കിട്ടില്ല. 2 വീലർ ലൈസൻസ് എടുത്തു തന്നത് കമ്പനി ആയതുകൊണ്ട് ആ എമൗണ്ട് തിരിച്ചു കൊടുക്കാതെ റിസൈൻ ചെയ്ത് പോകാനും പറ്റില്ല. സോ ഒരുപാട് ആളുകൾ ഇവിടെ പെട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾ ഏജന്റിന് പൈസയൊക്കെ കൊടുത്ത് UAE വരുമ്പോൾ നിങ്ങൾ എന്ത് ജോലിക്കാണ് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക.